കാശ്മീരിൽ നിന്ന് അലഹബാദിലേക്ക് കുടിയേറിയ മോത്തിലാൽ നെഹ്റുവിൻ്റെയും സ്വരൂപ് റാണിയുടെയും പുത്രനായി 1889 നവംബർ 14 ജവഹർലാൽ നെഹ്റുവിൻ്റെ ജനനം. ഇന്ത്യയിലെ മികച്ച വിദ്യാലയങ്ങളിൽ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ നെഹ്റു ഇംഗ്ലണ്ടിലെ ഹാരോ സ്കൂൾ, കേംബ്രിഡ്ജ്, ട്രിനിറ്റി കോളേജിൽ നിന്ന് നിയമ പഠനവും പൂർത്തിയാക്കി. യൂറോപ്പിലെ ജീവിതം അദ്ദേഹത്തെ പാശ്ചാത്യ സംസ്കാരവുമായി ഏറെ അടുപ്പിച്ചു. 1916 മാതാപിതാക്കളുടെ താൽപര്യപ്രകാരം കമലയെ വിവാഹം കഴിച്ചു. വിവാഹത്തിന്റെ 2ാം വർഷത്തിൽ ഇന്ദിര എന്ന ഏക മകളുണ്ടായി. പിന്നീട് അച്ഛനോടൊപ്പം നെഹ്റുവും സ്വാതന്ത്ര്യ സമരത്തിന്റെ മുന്നണിയിലെത്തി. 1916 ലക്നൗ കോൺഗ്രസ് സമ്മേളനത്തിലാണ് നെഹ്റു ആദ്യമായി ഗാന്ധിജിയെ കണ്ടുമുട്ടുന്നത്. അദ്ദേഹത്തിന്റെ നിസ്സഹകരണ പ്രസ്ഥാനം നെഹ്റുവിനെ ഏറെ ആകർഷിച്ചു. സ്വാതന്ത്ര്യ സമരത്തിൽ സജീവമായതോടെ പാശ്ചാത്യ വേഷവിധാനങ്ങൾ ഉപേക്ഷിച്ചു. അറസ്റ്റും ജയിൽവാസവും ജീവിതത്തിന്റെ ഭാഗമായി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തരുന്നതിൽ ഗാന്ധിജിയോടൊപ്പം സുപ്രധാന പങ്ക് വഹിച്ചു. അങ്ങനെ 1947 ഓഗസ്റ്റ് 15 മുതൽ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റു. അന്നു മുതൽ 1964 മെയ് 2 മരിക്കും വരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു. I should like to make it clear that the policy India has sought to pursue is not a negative policy and nor a neutral policy. It is a positive and a vital policy which flows from our struggle for freedom and from the teaching of Mahatma Gandhi. ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തിയും നെഹ്റു തന്നെ. 1952 ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം, കുടുംബാസൂത്രണ പദ്ധതി എന്നിവ ഏഷ്യയിൽ ആദ്യമായി നടപ്പിലാക്കിയത് നെഹ്റുവാണ്. 1959 പഞ്ചായത്ത് രാജ് സംവിധാനം നടപ്പിലാക്കി. 1960 ജനുവരി 18 എറണാകുളത്ത് കേരളത്തിലെ പഞ്ചായത്ത് രാജ് ഉദ്ഘാടനം ചെയ്തതും നെഹ്റുവാണ്. ചേരിചേര പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചു. ഇന്ത്യയെ കണ്ടെത്തൽ, ലോകചരിത്രാവലോകനം എന്നിവ നെഹ്റു എഴുതിയ പ്രശസ്ത ഗ്രന്ഥങ്ങളാണ്. 1955 ഭാരതരത്നം ബഹുമതി ലഭിച്ചു. മകൾ ഇന്ദിരാഗാന്ധിക്ക് 71 ചെറുമകൻ രാജീവ് ഗാന്ധിക്ക് 91 ഭാരതരത്നം ലഭിച്ചു. അങ്ങനെ ഒരു കുടുംബത്തിലെ 3 പേർക്ക് ഭാരതരത്നം ലഭിച്ചിട്ടുള്ളത് നെഹ്റു കുടുംബത്തിലാണ്. മൂവരും ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാരും ആയിരുന്നു. കുട്ടികളെ ജീവനായിരുന്ന ചാച്ചാജിയുടെ ഓർമ്മയ്ക്കായി അദ്ദേഹത്തിന്റെ ജന്മദിനമായ നവംബർ 14 ശിശുദിനമായി രാജ്യമെങ്ങും കൊണ്ടാടുന്നു. ഭാരതം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വീരയായ, ധൈര്യശാലിയായ വനിതയായിരുന്നു ഝാൻസിയിലെ റാണിയായിരുന്ന ലക്ഷ്മിബായി. 1857 സിപ്പായി ലഹളയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം നയിച്ചവരിൽ പ്രധാനിയായിരുന്നു റാണി. പിട്ടൂർ രാജ്യത്തിലെ ബാജിറാവ് പേഷ്വാറിന്റെ സദസ്സിലെ പ്രധാനിയായ മോറോപ്പൻ താന്തെ എന്ന മറാഠി ബ്രാഹ്മണന്റെ മകളായി 1835 നവംബർ 19 ജനിച്ചു. ചബേലി എന്നും മന്നു എന്നും ചെല്ലപ്പേരുകളിൽ വിളിച്ച റാണിയുടെ പേര് മണികർണിക എന്നായിരുന്നു. ആയോധനകല പഠിപ്പിച്ചിരുന്ന താത്തെ തോപ്പിയുടെ ശിഷ്യം കൂടിയായിരുന്നു മണികർണിക. ചെറുപ്പത്തിൽ തന്നെ കുതിരസവാരി, ആയോധനകലകൾ, അസ്ത്രശസ്ത്രവിദ്യകൾ, ശാസ്ത്രപഠനം, യുദ്ധമുറകൾ എന്നിവയിൽ നിപുണയായിരുന്നു. 15-ാം വയസ്സിൽ കാശിയിലെ രാജാവായ രാജബാല ഗംഗാധർ റാവു വിവാഹം ചെയ്യുകയും മണികർണിക എന്ന നാമം മാറ്റി ലക്ഷ്മിബായി എന്ന് നാമകരണം ചെയ്യപ്പെടുകയും ചെയ്തു. ചെറുപ്പം മുതൽ ബ്രിട്ടീഷുകാരുമായി ഒളിവിലും തെളിവിലും യുദ്ധവും എതിർപ്പും നയിച്ച ലക്ഷ്മിബായി ചെറുപ്പത്തിലെ നാരിസേന എന്ന സ്ത്രീകളുടെ സേനയും രൂപീകരിച്ചിരുന്നു. റാണി ഒരു ധൈര്യത്തിന്റെ പ്രതീകം കൂടിയാണ്.
ദാമോദർ റാവു എന്നൊരു കുട്ടി ഉണ്ടായെങ്കിലും 4-ാം മാസത്തിൽ കുട്ടി മരിക്കുകയും ആനന്ദറാവു എന്നൊരു കുട്ടിയെ ദത്തെടുക്കുകയും ചെയ്തു. എന്നാൽ തന്റെ പുത്രന്റെ അകാല മരണത്തിൽ മനം നൊന്ത് കഴിഞ്ഞിരുന്ന ഗംഗാധർ റാവു 21 നവംബർ 1853 തന്റെ ശത്രുക്കളാൽ ഒളിയാക്രമണത്തിൽ കൊല്ലപ്പെട്ടു. പിന്നീട് റാണി രാജ്യം ഭരിച്ചെങ്കിലും ബ്രിട്ടീഷ് പട്ടാളം രാജ്യം പിടിച്ചടക്കാനായി ഡോക്ട്രിൻ ഓഫ് ലാപ്സ് എന്ന നിയമം ഉപയോഗിച്ച് കൊട്ടാരത്തിൽ നിന്ന് ലക്ഷ്മിബായി റാണിയെ പുറത്താക്കി. 1858 ജൂൺ 17 ഗ്വാളിയാർ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാരുടെ ആക്രമണത്തിൽ ആ ധീര വനിത കൊല്ലപ്പെട്ടു. എങ്കിലും ഈ ധീര വനിതാരത്നം ഇന്നും ഇന്ത്യൻ ജനങ്ങളുടെ മനസ്സിൽ തെളിഞ്ഞു നിൽക്കുന്നു, മങ്ങലേൽക്കാതെ. അൽബേനിയയിൽ ജനിച്ച് ഇന്ത്യ പ്രവർത്തന കേന്ദ്രമാക്കി സാമൂഹിക പ്രവർത്തനങ്ങളിലൂടെ ലോകശ്രദ്ധ നേടിയ സന്യാസിനിയായിരുന്നു മദർ തെരേസ. തിരുവസ്ത്രം സ്വീകരിക്കും മുമ്പ് തെരേസയുടെ പേര് ആഗ്നസ് ഗോങ്സ ബൊയാക്സിയ എന്നായിരുന്നു. ഓട്ടോമൻ സാമ്രാജ്യത്തിലെ കൊസവോ പ്രവിശ്യയിലുള്ള ഉസക്കബ് എന്ന സ്ഥലത്താണ് ആഗ്നസ് ജനിച്ചത്. അൽബേനിയക്കാരായിരുന്നു മാതാപിതാക്കൾ. ചെറുപ്പത്തിൽ തന്നെ പിതാവിനെ നഷ്ടമായ ആഗ്നസിന് സന്യാസിനിയാകാനായിരുന്നു ആഗ്രഹം. 18-ാം വയസ്സിൽ വീട് വിട്ടിറങ്ങിയ ആഗ്നസ് സിസ്റ്റർ ഓഫ് ലൊറേറ്റോ എന്ന സന്യാസിനി സഭയിൽ ചേർന്നു. 1929 ഇന്ത്യയിലെത്തി. 1931 മെയ് 24 ആഗ്നസ് സഭാവസ്ത്രം സ്വീകരിച്ചു. മിഷണറിമാരുടെ സ്വർഗീയ മധ്യസ്ഥയായ തെരേസയുടെ പേരാണ് സന്യാസിനി നാമമായി സ്വീകരിച്ചത്. To serve the poor purely for the love of God and to give them what the rich people get with money. I wanted to give to the poor for the love of God. കൊൽക്കത്തയിൽ അധ്യാപികയായിരിക്കെ 1937 മെയ് 14 സിസ്റ്റർ തെരേസ നിത്യവ്രതം സ്വീകരിച്ചു. കൊൽക്കത്തയിൽ ചുറ്റുമുണ്ടായിരുന്ന ദരിദ്ര ജീവിതങ്ങൾ മദറിന്റെ മനസ്സിനെ അസ്വസ്ഥമാക്കി. 1946 ലൊററ്റോ സഭ വിട്ടിറങ്ങി പാവങ്ങൾക്കൊപ്പം ജീവിച്ച് സേവിക്കാൻ തീരുമാനിച്ചു. സഭാവേഷങ്ങൾ ഉപേക്ഷിച്ച് നീലവരയുള്ള വെള്ള കോട്ടൺ സാരി വേഷമായി സ്വീകരിച്ചു. 1948 മോട്ടിജി എന്ന സ്ഥലത്ത് സ്കൂൾ തുടങ്ങി പാവങ്ങൾക്കിടയിലുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. 1950 മിഷണറീസ് ഓഫ് ചാരിറ്റി എന്ന കത്തോലിക്ക സന്യാസിനി സഭ സ്ഥാപിച്ച് കൊൽക്കത്തയിലെ പാവങ്ങളുടെയും അനാഥരുടെയും രോഗികളുടെയും ഇടയിൽ പ്രവർത്തിച്ച മദർ തെരേസയ്ക്ക് പ്രസ്തുത സേവനങ്ങളുടെ പേരിൽ 1979 സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം നൽകപ്പെട്ടു. I am grateful and I am very happy to receive it in the name of the hungry, of the naked, of the homeless, of the crippled, of the blind, of the lepers, of all those people who feel unwanted, unloved, uncared, throw away of the society. 1997 സെപ്റ്റംബർ 5 മദർ തെരേസ അനശ്വരതയിൽ ലയിച്ചു. മരണശേഷം ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ മദർ തെരേസയെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചു. ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരം ശക്തി പ്രാപിച്ച നാളിൽ ജവഹർലാൽ നെഹ്റുവിന്റെയും കമല നെഹ്റുവിന്റെയും മകളായി 1917 നവംബർ 19 ഇന്ദിരാഗാന്ധി ജനിച്ചത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ബാലവിഭാഗമായി വാനരസേന രൂപീകരിച്ചുകൊണ്ട് ഇന്ദിരാഗാന്ധി പൊതുരംഗത്തേക്ക് വന്നു. ബ്രിട്ടീഷുകാരുടെ കണ്ണുവെട്ടിച്ച് സ്വാതന്ത്ര്യ സമര സേനാനികൾക്കുള്ള രഹസ്യ സന്ദേശങ്ങൾ എത്തിക്കുന്നത് ഈ സേനയായിരുന്നു. 1934-35 രവീന്ദ്രനാഥ് ടാഗോറിന്റെ സ്കൂളായ ശാന്തിനികേതനിൽ ചേർന്നു.
അവിടെ വെച്ച് ഇന്ദിരാഗാന്ധിയുടെ പ്രസന്നഭാവത്തിന്റെ പ്രത്യേകത കണ്ട് ടാഗോർ ഇന്ദിരയ്ക്ക് പ്രിയദർശിനി എന്ന് നാമകരണം ചെയ്തു. 1937 ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ വെച്ച് ഫിറോസ് ഗാന്ധിയെ കണ്ടുമുട്ടുകയും 1942 ഇവർ വിവാഹിതരാകുകയും ചെയ്തു. അതോടെ ഇന്ദിരാ പ്രിയദർശിനി നെഹ്റു എന്ന പേര് ഇന്ദിരാ പ്രിയദർശിനി ഗാന്ധിയായി മാറി. 1944 രാജീവ് ഗാന്ധിക്കും 1946 സഞ്ജയ് ഗാന്ധിക്കും ജന്മം നൽകി. പിന്നീട് ഇന്ദിരാഗാന്ധിയും ഫിറോസ് ഗാന്ധിയും തമ്മിൽ പിരിയുകയായിരുന്നു. 1966 ഇന്ത്യയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായ ഇന്ദിരാഗാന്ധി 1967 1971 1980 വീണ്ടും പ്രധാനമന്ത്രി സ്ഥാനം തുടർന്നു. 1983-84 ലെനിൻ സമാധാന സമ്മാനവും 1971 ഭാരതരത്നവും ലഭിച്ചു. Has been going on for quite some time, even before I left. Do you really think it's possible that Pakistan would attack India with their present internal situations? Well, when there is the sort of chaos which they obviously have, they may take desperate action and feel that an external enemy might unite some of the people there. What about you? Is there a situation in which you might attack Pakistan? Well, I hope not. India has always tried to be on the side of peace and negotiations and so on. But of course we can't endanger our security in any way. Do you frankly expect to see war with Pakistan soon? It does look to many people as if it's inevitable. I don't think one can really give an answer to a question of this kind. Because as I said, we are trying everything possible to prevent it. പ്രധാനമന്ത്രിയായിരിക്കെ 1984 ഒക്ടോബർ 31 സ്വന്തം അംഗരക്ഷയുടെ വെടിയേറ്റ് ഇന്ദിരാഗാന്ധി അന്തരിച്ചു. ബേപ്പു സുൽത്താൻ എന്ന അപരനാമത്തിലും അറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീർ മലയാള നോവലിസ്റ്റും കഥാകൃത്തും സ്വാതന്ത്ര്യസമര പോരാളിയുമായിരുന്നു. 1908 ജാനുവരി 19 കോട്ടയം ജില്ലയിലെ വൈക്കം താലൂക്കിൽ തലയോലപ്പറമ്പ് ഗ്രാമത്തിൽ കായി അബ്ദുൾ റഹ്മാൻ കുഞ്ഞാത്തൂമ ദമ്പതികളുടെ മകനായി ജനിച്ചു. പ്രാഥമിക വിദ്യാഭ്യാസം തലയോലപ്പറമ്പ് മലയാളം പള്ളിക്കൂടത്തിലും വൈക്കം ഇംഗ്ലീഷ് സ്കൂളിലുമായി പൂർത്തിയാക്കിയ ബഷീറിന്റെ ജീവിതം രസകരവും സാഹസികവും നിറഞ്ഞതായിരുന്നു. 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വീട്ടിൽ നിന്നും ഒളിച്ചോടി കള്ളവണ്ടി കയറി കോഴിക്കോട്ടെത്തി സ്വാതന്ത്ര്യസമര പോരാളിയായി മാറി. 1930 കോഴിക്കോട്ട് ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിന്റെ പേരിൽ ജയിലിലായി. പിന്നീട് ഭഗത് സിംഗിന്റെ മാതൃകയിൽ തീവ്രവാദ സംഘവും ഉണ്ടാക്കി. സംഘടനയുടെ മുഖ്യപത്രമായ ഉജ്ജീവനത്തിലൂടെ എഴുതിയ തീപ്പൊരി ലേഖനങ്ങളാണ് ആദ്യകാല കൃതികൾ. പിന്നീട് ഇന്ത്യ ഒട്ടാകെ അലഞ്ഞു തിരിഞ്ഞു. ഈ കാലത്ത് ഉത്തരേന്ത്യയിൽ ഹിന്ദു സന്യാസിമാരുടെയും സൂഫിമാരുടെയും കൂടെ ജീവിച്ചു. അറബി നാടുകളിലും ആഫ്രിക്കയിലുമായി തുടർന്നുള്ള സഞ്ചാരം. 9 വർഷം നീണ്ട ഈ യാത്രകളിൽ പല ഭാഷകളും പഠിച്ചു. മനുഷ്യജീവിതത്തിന്റെ എല്ലാ വശങ്ങളും നേരിട്ട് കണ്ടു. ബഷീറിന്റെ ജീവിതം തന്നെയാണ് അദ്ദേഹത്തിന്റെ സാഹിത്യം. ഇങ്ങനെ സ്വതന്ത്രമായി ലോകസഞ്ചാരം നടത്തിയ എഴുത്തുകാർ മലയാളത്തിൽ വിരളമാണ്. ലളിതവും ഹാസ്യവും മുഖമുദ്രയായുള്ള സാധാരണ സംസാര ഭാഷയായിരുന്നു അദ്ദേഹത്തിന്റെ സാഹിത്യ ശൈലി. കുട്ടിക്കാലത്ത് ഫയൽമാനാണെന്നാണ് കുട്ടിക്കാർ, പിന്നെ എഴുത്തുകാരനാണെന്ന് ആഗ്രഹിച്ചത്. കാരണം ഞാൻ വൈക്കം യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുമ്പോഴേ വൈക്കത്തെ അക്ഷണിക്ക് പുസ്തകങ്ങൾ കച്ചവടക്കാർ വരും. അപ്പൊ എന്റെ സ്നേഹിതന്മാരുടെ വീടിന്റെ വരാന്തയിലാണ് കച്ചവടം. അതാ എനിക്കൊരു നോവൽ എടുത്തു തരും വായിക്കാൻ 4 മണിക്ക്. ഞാനത് രാത്രി മുഴുവൻ വായിക്കും. ഞങ്ങളുടെ വീട്ടിലെ അങ്ങേരെന്ന് പറഞ്ഞ ഇൻഡസ്ട്രി മിറ്റോടിക്കുന്ന ശബ്ദം കേട്ടാണ്. പ്രധാന രചനകൾ പലതും ഇംഗ്ലീഷിലും മിക്ക ഇന്ത്യൻ ഭാഷകളിലും പരിഭാഷ ചെയ്യപ്പെട്ടു. ബാല്യകാലസഖി,
എൻ്റെ ഉപ്പൂപ്പായ്ക്കൊരാനുണ്ടായിരുന്നു, പാത്തുമ്മയുടെ ആട് എന്നീ നോവലുകൾ സ്കോട്ട്ലാൻഡിലെ എഡിൻബറോ യൂണിവേഴ്സിറ്റിയിൽ പഠന ഗ്രന്ഥങ്ങളാണ്. പ്രേമലേഖനം, ആനവാരിയും പൊൻകുരിശും, വിശ്വവിഖ്യാതമായ മൂക്ക്, പൂവമ്പഴം, ശബ്ദങ്ങൾ തുടങ്ങിയ ബഷീറിന്റെ എല്ലാ രചനകളും ശ്രദ്ധേയമാണ്. അദ്ദേഹത്തിന്റെ മതിലുകൾ, ഭാർഗവി നിലയം, പ്രേമലേഖനം എന്നീ രചനകൾ ചലച്ചിത്രങ്ങളുമായിട്ടുണ്ട്. സാറാമ്മ ഒന്ന് പറയൂ, ഇനി ഞാൻ എന്താ ചെയ്യുക? തിരിച്ചു പോയി വിവാഹം കഴിച്ച് ശ്രീമതിയും കൊണ്ടുവരണം. പക്ഷേ കുട്ടികളുണ്ടെന്നും പറഞ്ഞല്ലോ. 2 കുട്ടികളുള്ള പെണ്ണിനെ കെട്ടണം. എന്താ? കളക്ടർ ഉദ്യോഗം തന്നെ അവർ തരാമെന്ന് സമ്മതിച്ചു അല്ലേ? ഒപ്പം തുള്ളാനൊരു തന്തേ. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പും ലഭിച്ചിട്ടുണ്ട്. 1982 ഇന്ത്യ ഗവൺമെന്റ് പത്മശ്രീ നൽകി ആദരിച്ചു. ഫാബി ബഷീറാണ് ഭാര്യ. അനീസ്, ഷാഹിന എന്നീ 2 മക്കളുമുണ്ട്. 1994 ജൂലൈ 5 അക്ഷരങ്ങളുടെ ഈ ലോകത്ത് നിന്ന് അദ്ദേഹം വിട പറഞ്ഞു. സ്വാമി വിവേകാനന്ദന്റെ ജന്മവാർഷിക ദിനമായ ജനുവരി 12 രാജ്യം ദേശീയ യുവജന ദിനമായി ആഘോഷിക്കുന്നു. ഇന്ത്യയുടെ യശസ് വാനോളം ഉയർത്തിയ ആത്മീയ ഗുരുവും വേദാന്ത തത്വശാസ്ത്രത്തിന്റെ വക്താവുമായിരുന്നു സ്വാമി വിവേകാനന്ദൻ. 1863 ജാനുവരി 12 കൊൽക്കത്തയിലെ സിംലയിൽ ഒരു സമ്പന്ന കുടുംബത്തിൽ വക്കീലായിരുന്ന വിശ്വനാഥ ദത്തയുടെയും പുരാണ പണ്ഡിതയായ ഭുവനേശ്വരിയുടെയും പുത്രനായി നരേന്ദ്രൻ എന്ന പേരിൽ സ്വാമി ജനിച്ചു. കുട്ടിക്കാലത്ത് തന്നെ നരേന്ദ്രന് ഈശ്വരനെ കാണണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു. അതിനായി ശിവനെ ധ്യാനിക്കാൻ തുടങ്ങി. അങ്ങനെ ഏകാഗ്രമായ ധ്യാനം നരേന്ദ്രന് വശമായി. 1879 ഹൈസ്കൂൾ പരീക്ഷയിൽ 1ാം ക്ലാസ് ജയത്തോടെ പ്രസിഡൻസി കോളേജിൽ ചേർന്നു. 1881 നരേന്ദ്രൻ തന്റെ ആത്മീയ ഗുരുവായ ശ്രീരാമകൃഷ്ണ പരമഹംസനെ കാണുന്നത്. 1886 ശ്രീരാമകൃഷ്ണ പരമഹംസൻ സമാധിയായി. തുടർന്ന് ഗുരുവിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുവാനായി വരാഹനഗറിൽ ആദ്യ ശ്രീരാമകൃഷ്ണ ആശ്രമം തുടങ്ങി. ലൗകിക ബന്ധങ്ങൾ പൂർണ്ണമായും വെടിഞ്ഞ് ആശ്രമജീവിതം ആരംഭിച്ചു. 1888 ഹിമാലയത്തിലേക്ക് ആദ്യ തീർത്ഥാടനം നടത്തി. 1892 ഷൊർണൂരിലെത്തിയ സ്വാമി ചട്ടമ്പി സ്വാമികൾ, ശ്രീനാരായണ ഗുരു എന്നിവരെ കണ്ട് സന്തുഷ്ടനായി. എന്നാൽ കേരളത്തിൽ കണ്ട ജാതീയതയും അനാചാരങ്ങളും അദ്ദേഹത്തെ വേദനിപ്പിച്ചു. കേരളം ഒരു ഭ്രാന്താലയമാണെന്ന് അന്ന് പറയേണ്ടി വന്നു. തുടർന്ന് കന്യാകുമാരിയിലെത്തിയ വിവേകാനന്ദൻ കടലിൽ കണ്ട വലിയ പാറയിൽ മണിക്കൂറുകളോളം ധ്യാനനിരതനായിരുന്നു. ഈ പാറയാണ് പിൽക്കാലത്ത് വിവേകാനന്ദ പാറ എന്നറിയപ്പെട്ടത്. 1893 വിവേകാനന്ദൻ തന്റെ സുഹൃത്തായ ഖത്രി രാജാവ് അജിത സിംഹന്റെ അടുത്തെത്തി. അദ്ദേഹത്തിന്റെ നിർബന്ധം മൂലം വിവേകാനന്ദൻ എന്ന പേര് സ്ഥിരമായി സ്വീകരിച്ചു. 1893 സെപ്റ്റംബർ 11 അമേരിക്കയിലെ ഷിക്കാഗോയിൽ കൊളംബസ് ഹാളിൽ നടത്തിയ സർവമത സമ്മേളനത്തിൽ അദ്ദേഹം തന്റെ വിഖ്യാത പ്രസംഗം നടത്തി. 1894 വേദാന്ത സൊസൈറ്റി ഓഫ് ന്യൂയോർക്ക് സ്ഥാപിച്ചു. 1895 ആദ്യ ഇംഗ്ലണ്ട് പര്യടനം നടത്തി. ഈശ്വരനെ സേവിക്കാനുള്ള മാർഗം മനുഷ്യനെ സേവിക്കലാണ് എന്ന സന്ദേശവുമായി 1897 മെയ് 1 ശ്രീരാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചു. തുടർന്ന് 1899 വീണ്ടും നടത്തിയ പാശ്ചാത്യ പര്യടനത്തിൽ പാരീസ്, വിയന്ന എന്നീ രാജ്യങ്ങൾ സന്ദർശിച്ച് തിരികെ ഇന്ത്യയിലെത്തി. അപ്പോഴേക്കും ആരോഗ്യം വളരെ മോശമായിരുന്നു. 1902 ജൂലൈ 4 വെള്ളിയാഴ്ച അദ്ദേഹം സമാധിയായി. ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്ത്യവരാൻ നിർബോധത എന്ന് ലോകത്തെ വിളിച്ചുണർത്തിയ വിവേകാനന്ദൻ സത്യം കണ്ടെത്തുകയും സേവനം ചെയ്യുകയുമാണ് ശരിയായ ജീവിതമെന്ന് കരുതിയ മഹാനാണ്.